കൃഷ്ണ ഗുരുവായൂരപ്പ. നമസ്കാരം, സ്വാഗതം. ഹരിനാമകീർത്തനം അടുത്ത ഒരു പദ്യം നോക്കാം. പദ്യം 64 ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ എഴുത്തച്ഛൻ എന്ന മഹാകവി അല്ലെങ്കിൽ മലയാളത്തിൻ്റെ തന്നെ മഹാഗുരു നമുക്ക് തന്ന മലയാളത്തിലെ തന്നെ ഉപനിഷത്താണ് ഹരിനാമകീർത്തനം. അപ്പോൾ അതിൽ വേദാന്ത രഹസ്യങ്ങൾ ഇങ്ങനെ പദ്യങ്ങളിലായിട്ട് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. ഭാഗവത തത്വങ്ങൾ, അതുപോലെ വേദാന്ത രഹസ്യങ്ങൾ ഒക്കെ നമുക്ക് ഉപനിഷത്ത് തത്വങ്ങളൊക്കെ നിറച്ച് വെച്ചിരിക്കുന്ന, എന്നാൽ മലയാളത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സംസ്കൃത പദങ്ങളുണ്ടെങ്കിലും അതും അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല മനസ്സിലാക്കാൻ. അങ്ങനെ മലയാളത്തിൻ്റെ ആചാര്യനായ തുഞ്ചത്ത് ആചാര്യനായ എഴുത്തച്ഛൻ നമുക്ക് തന്ന ഈ ഒരു പദ്യം അല്ലെങ്കിൽ ഈ ഒരു ഹരിനാമകീർത്തനം എന്തുകൊണ്ടും വിശിഷ്ടം തന്നെയാണ്. അപ്പോൾ ആ ഒരു മഹാഗുരുവിന് നമസ്കാരം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ, നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ, നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. 64ാമത്തെ പദ്യം നോക്കാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ പറയട്ടെ, എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. 64ാമത്തെ പദ്യം. ശരിയായതക്ഷരമതിങ്കേ നുദിച്ചതിത് ലിപിയേഴുമക്ഷരമിതെന്നൊരപ്പുജനം അറിയാവതല്ല തവ പരമാക്ഷരസ്യ പൊരുൾ അറിയാറുമായി വരിക നാരായണായ നമഃ. ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം. ശരിയായതക്ഷരം അതിങ്കേ നുദിച്ചതിത് ലിപിയേഴുമക്ഷരമിതെന്നൊരപ്പുജനം അറിയാവതല്ല തവ പരമാക്ഷരസ്യ പൊരുൾ അറിയാറുമായി വരിക നാരായണായ നമഃ. ശരിയായത് ഒരക്ഷരം അതിങ്കേന്ന്, ഒരിക്കലും നാശമല്ലാത്ത ബ്രഹ്മവസ്തുവിൽ നിന്ന് ഉദിച്ചത്. ഉദിച്ചതിത് എന്ന് പറയുമ്പോൾ ഉദയം ചെയ്തതാണിത്. ലിപി 7 അക്ഷരം, 7 ലിപിയുള്ള നാരായണായ നമ എന്ന ശാശ്വത മന്ത്രം. ഇത് ആ നാശമില്ലാത്ത ബ്രഹ്മവസ്തുവിൽ നിന്ന് ഉദിച്ചതാണ് എന്ന് പറയുന്നു. എന്നങ്ങ് ഉരപ്പു ജനം എന്ന് സത്യദർശികൾ പറയുന്നു. തവ പരമാക്ഷരസ്യ പൊരുൾ, ഭഗവാന്റെ ശുദ്ധവും ശാശ്വതവുമായ സ്വരൂപരഹസ്യം അറിയാവതല്ല, ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല, അറിയാറുമായി വരിക. ഈ സപ്താക്ഷരി മന്ത്രത്തിൻ്റെ ഉപാസന വഴി അതറിയാൻ ഇടവരട്ടെ. ഹരിനാരായണന് നമസ്കാരം. അപ്പം എന്താ പറഞ്ഞത് ഇവിടെ എഴുത്തച്ഛൻ? നമുക്ക് സപ്താക്ഷരി മന്ത്രം ഈ ഒരു ഹരിനാമകീർത്തനത്തിൽ ഉടനീളം ഓരോ പദ്യവും, ഇപ്പം 66 പദ്യങ്ങളാണുള്ളത്. ആ 66 പദ്യം 66 ഗ്രന്ഥങ്ങൾ പോലെയാണ്, അത്രയ്ക്കും വിശിഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഓരോ പദ്യമായിട്ട് ഓരോ വീഡിയോയിൽ എടുത്ത് അതിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ 66 പദ്യങ്ങളും പിന്നെ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് തരുമ്പോൾ അതിലെ ഏറ്റവും അവസാനം നാരായണായ നമ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണ് നാരായണായ നമ? നാരായണായ നമ എന്ന് പറയുന്ന ബ്രഹ്മ തത്വത്തിൻ്റെ, ആ ബ്രഹ്മ വസ്തുവിൽ നിന്ന് ഉദിച്ച സപ്താക്ഷരി മന്ത്രമാണെന്ന്. അപ്പോൾ അതൊരു ശാശ്വത മന്ത്രമാണെന്ന് സത്യദർശികൾ പറയുന്നു. ആ ശാശ്വതമായ മന്ത്രം, ആ മന്ത്രം ശുദ്ധവും ശാശ്വതവും സ്വരൂപ രഹസ്യവും അടങ്ങിയതാണ്. അത് ഉപാസന ചെയ്യുക, ആ ഉപാസന ചെയ്യുക വഴി, അല്ലെങ്കിൽ സപ്താക്ഷര മന്ത്രത്തിൻ്റെ ഉപാസന വഴി അത് അറിയാൻ ഇടവരട്ടെ. അപ്പോൾ ഈ ഒരു നാരായണായ നമ എന്ന മന്ത്രം ഉപാസിക്കുമ്പോൾ ആ ഒരു ബ്രഹ്മത്തെ തന്നെ നമുക്ക് അറിയാൻ കഴിയും. അതിന് ഇടവരട്ടെ, നാരായണന് നമസ്കാരം എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ മന്ത്രങ്ങളൊക്കെ പരമാത്മാവിൽ നിന്നാണ് ഉദയം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഋഷീസൊക്കെ ഈ ഉപാസന ചെയ്യുമ്പോൾ അവർക്ക് ഈ ഒരു വെളിപ്പെടുന്നതാണ് ഈ മന്ത്രങ്ങളൊക്കെ.
അപ്പോൾ അത് ആ മന്ത്രങ്ങൾ ഉപാസന ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ അത് നമുക്ക് മനസ്സിന് ശുദ്ധിയൊക്കെ വരുമ്പോൾ ആ ഒരു പ്രപഞ്ച സത്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് ലഭിക്കും എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ഒരിക്കൽ കൂടെ ഈ ഒരു പദ്യം ചൊല്ലാം. ശരിയായതൊരക്ഷരം അതിങ്കേ നിധിച്ചതിത് ലിപിയേഴുമക്ഷരമിതെന്നുരപ്പു ജനം അറിയാവതല്ല തവ പരമാക്ഷരസ്യ പൊരുൾ അറിയാറുമായി വരിക നാരായണായ നമഃ. അതായത് ഒരിക്കലും നാശമില്ലാത്ത പരബ്രഹ്മ വസ്തുവിൽ നിന്നുണ്ടായതാണ് 7 ലിപിയുള്ള നാരായണായ നമഃ എന്ന ശാശ്വത മന്ത്രം. അത് സത്യദർശികൾ പറയുന്നു. അപ്പോൾ ഭഗവാന്റെ ശുദ്ധവും ശാശ്വതവുമായ ആ സ്വരൂപ രഹസ്യം ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ സപ്താക്ഷര മന്ത്രത്തിൻ്റെ ഉപാസന വഴി അതിനെ ഭഗവാന്റെ സ്വരൂപവും ഒക്കെ ശുദ്ധമായ അല്ലെങ്കിൽ ശാശ്വതമായ ആ സ്വരൂപ രഹസ്യം അതറിയാൻ ഈ ഒരു സപ്താക്ഷര മന്ത്രം നാരായണായ നമഃ എന്ന സപ്താക്ഷര മന്ത്രം ജപിക്കുക വഴി അതിന് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹരിനാരായണ നമസ്കാരം എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മൾ മന്ത്രോപാസന നമുക്ക് ആവശ്യമാണ്. അതായത് ഇപ്പോൾ നമ്മൾ പാരൻസൊക്കെ ആണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു മന്ത്രം അവർക്ക് ഉപദേശിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ മന്ത്രം മനനാൽ ത്രായതേ ഇതി മന്ത്രം എന്ന് പറയും. മനനം ചെയ്യും തോറും ആ മന്ത്രം അയാളെ രക്ഷിക്കുന്നു, ത്രായതേ രക്ഷിക്കുന്നു, മനനാൽ മനനം ചെയ്യും തോറും. അപ്പോൾ അങ്ങനെ മനനം ചെയ്ത് നമ്മൾ നമ്മുടെ ചുറ്റും ഒരു രക്ഷാ കവചം സൃഷ്ടിക്കണം. അപ്പോൾ ഓരോരുത്തരും അല്ലെങ്കിൽ ഓരോ കുട്ടിയും ഓരോ മനുഷ്യനും അത് ചെയ്യേണ്ടതാണ്. അത് ഏത് മന്ത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. അത് എല്ലാ മതങ്ങൾക്കും ഇത് സ്വീകാര്യമാണ്. അപ്പോൾ ഓരോ ഇപ്പോൾ ക്രിസ്ത്യൻസ് മുസ്ലിംസും ഒക്കെ അവർ പിന്നെ ഈ ജപമാലയൊക്കെ എടുത്ത് മന്ത്രം ജപിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഈ ഒരു രീതി അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ വിചാരിക്കും ദൈവത്തിനെ പ്രീതിപ്പെടുത്താനല്ല, അത് നമുക്ക് തന്നെ ഒരു രക്ഷയാണ്. അപ്പം നമ്മൾ അത് ജപിക്കും തോറും നമുക്ക് നമ്മുടെ മനസ്സിന് നല്ല ശക്തിയും ബലവും ഒക്കെ കൈവരും എന്നും. അതുകൊണ്ട് ഒരു മന്ത്ര സാധന നമ്മുടെ കുട്ടികൾക്കും എല്ലാം വളരെ അത്യാവശ്യമാണ്, യുവാക്കൾക്കും എല്ലാം വേണം. അതുണ്ടെങ്കിൽ ഒരു മന്ത്രസാധന ഉണ്ടെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടേണ്ടി വരില്ല. അതൊരു ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പുറത്ത് കടക്കാനുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ പരിഹാരങ്ങൾ കിട്ടും. അപ്പോൾ പരിഹാരങ്ങൾക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ജീവിതം മുഴുവൻ ഇങ്ങനെ അന്വേഷിക്കുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ പല പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങൾ തീർക്കാൻ നമുക്ക് പരിഹാരം വേണം. അപ്പോൾ അതുകൊണ്ട് ഈ പരിഹാരങ്ങൾ നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം. അതാണ് മന്ത്രസാധനയുടെ ഒരു വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ മന്ത്രം ഇപ്പോൾ ഇവിടെ എഴുത്തച്ഛൻ നമുക്ക് ഇതിലൂടെ തന്ന മന്ത്രമാണ് സപ്താക്ഷര മന്ത്രം. അതായത് നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നരക സന്താപനാശക ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ. അങ്ങനെ ഇപ്പോൾ ഒരുപാട് മന്ത്രങ്ങൾ നമുക്ക് പരിചയമുള്ളതുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു സപ്താക്ഷര മന്ത്രമാണ്. ഈ അഷ്ടാക്ഷര മന്ത്രമാണ് ഓം നമോ നാരായണായ. പിന്നെ അതുപോലെ ഓം നമോ ഭഗവതേ വാസുദേവായ 12 അക്ഷര മന്ത്രമാണ്. പിന്നെ അതുപോലെ 12 അക്ഷരങ്ങളുള്ള അതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി ഇങ്ങനെ ഇത് കൂടാതെ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അങ്ങനെയോ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണേ നമോസ്തുതേ, അല്ലെങ്കിൽ ഓം നമഃ ശിവായ,
പിന്നെ ഇങ്ങനെ എന്ത് വേണമെങ്കിലും, ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇനി ഇസ്കോണൊക്കെ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അവർ കുറച്ച് മാറ്റിയാണ് അതിന് ആ മന്ത്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏതും നല്ലതാണ്. അപ്പോൾ ഇത് നമ്മളതിൻ്റെ ഒരു സയൻസാണ് പഠിക്കേണ്ടത്. നമ്മൾ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മളെയൊക്കെ തെറ്റായിട്ടുള്ള രീതിയിൽ നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം ഭഗവാൻ എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഉള്ളതല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഭഗവാനെ കണ്ടുപിടിക്കാൻ ഈ മന്ത്ര സാധന ഒരുപാട് സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പദ്യം ഒരിക്കൽ കൂടെ ചൊല്ലാം. ക്ഷരിയായതക്ഷരമതെങ്കേന്നുദിച്ചതിത് ലഭിയേഴുമക്ഷരമിതെന്നങ്ങുരപ്പുജനം അറിയാവതല്ല തവ പരമാക്ഷരസ്യ പൊരുൾ അറിയാറുമായി വരിക നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നരക സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്.